ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അധികം ആർക്കും അറിയാത്തൊരു കഥ പറയാം. ജർമ്മനിയിൽ ക്രിസ്മസ് ട്രീ ഉപയോഗിക്കുന്നത് ഒരു പുരാതന ആചാരമായിരുന്നു. ആളുകൾ തണുപ്പുള്ള ഡിസംബർ മാസത്തിൽ വീടുകൾ അലങ്കരിക്കാൻ പച്ചപ്പ് മാറാത്ത എവർഗ്രീൻ മരങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. ഇത് തണുപ്പുകാലത്തും ജീവൻ നിലനിർത്തുന്നതിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്നു. ഈ ആചാരമാണ് പിന്നീട് ക്രിസ്മസ് ട്രീയുടെ ഉത്ഭവത്തിലേക്ക് നയിച്ചത് എന്ന് പറയപ്പെടുന്നു. ജർമ്മനിയിൽ തണുപ്പുകാലത്ത് വീടുകൾക്കുള്ളിലും പുറത്തും എവർഗ്രീൻ മരങ്ങളുടെ കൊമ്പുകൾ ഉപയോഗിച്ച് അലങ്കരിക്കുന്നത് ജീവിതത്തിന്റെ പ്രതീകമായി കണക്കാക്കിയിരുന്നു. കൂടാതെ ഈ മരങ്ങൾക്ക് ദുഷ്ടശക്തികളെ അകറ്റാനുള്ള ശക്തിയുണ്ടെന്നും വിശ്വസിച്ചിരുന്നു. ഈ ആചാരങ്ങളാണ് പിൽക്കാലത്ത് ക്രിസ്മസ് ട്രീയെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരു പ്രധാന ഭാഗമാക്കി മാറ്റിയത്. ചില പാരമ്പര്യങ്ങൾ പറയുന്നത് ആദ്യമായി ക്രിസ്മസ് ട്രീയിൽ അലങ്കാരങ്ങൾ ഉപയോഗിച്ചത് മാർട്ടിൻ ലൂതർ ആണെന്നാണ്. ഒരു രാത്രി നടന്നുപോകുമ്പോൾ മഞ്ഞിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ ക്രിസ്മസ് ട്രീയിൽ കണ്ട അദ്ദേഹം ആ ഭംഗി വീട്ടിലുള്ളവർക്കും കാണിച്ചു കൊടുക്കാൻ മരത്തിൽ മെഴുകുതിരികൾ വെച്ച് അലങ്കരിച്ചു എന്നാണ് വിശ്വാസം. മാർട്ടിൻ ലൂതർ മെഴുകുതിരികൾ ഉപയോഗിച്ച് ക്രിസ്മസ് ട്രീ അലങ്കരിച്ചതിലൂടെയാണ് ക്രിസ്മസ് അലങ്കാരങ്ങൾ കൂടുതൽ പ്രചാരത്തിലായതെന്നാണ് ഒരു വിശ്വാസം. അതിനുശേഷം ആളുകൾ പലതരം അലങ്കാരങ്ങൾ, ഉദാഹരണത്തിന് കളിപ്പാട്ടങ്ങൾ, മിഠായികൾ, കടലാസ് നിർമ്മിതികൾ എന്നിവ ക്രിസ്മസ് ട്രീയിൽ തൂക്കാൻ തുടങ്ങി. ജർമ്മനിയിൽ നിന്ന് ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന രീതി യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്കും പിന്നീട് അമേരിക്കയിലേക്കും വ്യാപിച്ചു. ഓരോ രാജ്യത്തും ആളുകൾ തങ്ങളുടെ തനതായ രീതിയിലുള്ള അലങ്കാരങ്ങൾ ക്രിസ്മസ് ട്രീയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഉദാഹരണത്തിന് ചിലയിടങ്ങളിൽ പേപ്പർ ഓർണമെന്റ്സ് ഉണ്ടാക്കി അലങ്കരിച്ചു. മറ്റു ചിലയിടങ്ങളിൽ ഗ്ലാസ് ഓർണമെന്റ്സ് ഉപയോഗിച്ചു. യൂറോപ്പിൽ നിന്ന് ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നത് അമേരിക്കയിലെത്തിയപ്പോൾ അവിടെയും പലതരം അലങ്കാരങ്ങൾ ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇലക്ട്രിക് ലൈറ്റുകൾ ഉപയോഗിച്ച് ട്രീ അലങ്കരിക്കുന്നത് അമേരിക്കയിലാണ് ആദ്യമായി പ്രചാരത്തിലായത് എന്ന് കരുതപ്പെടുന്നു. കൂടാതെ പോപ്കോൺ, ക്രാൻബെറികൾ എന്നിവ കോർത്തെടുത്ത് അലങ്കാരങ്ങളായി ഉപയോഗിക്കുന്ന രീതിയും അമേരിക്കയിലുണ്ടായിരുന്നു.